ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണം. നീ ജീവിപ്പിക്കണം. ആണ്ടുകൾ തീരും മുമ്പ്, മുൻകഴിഞ്ഞ വർഷങ്ങളിൽ ദൈവത്തിന്റെ നിശബ്ദതകളുടെ നടുവിലും ഞാൻ നിലവിളിച്ച് ദൈവത്തെ ആരാധിച്ചെങ്കിൽ, ദൈവത്തിന്റെ നിശബ്ദതയുടെ നടുവിലും ഞാൻ തിരുപാദപീഠത്തിൽ നിന്നെങ്കിൽ, ദൈവത്തിന്റെ നിശബ്ദതയുടെ നടുവിലും ഈ തിരുവെഴുത്തുകളെ ചങ്കോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചെങ്കിൽ, ദൈവത്തിന്റെ നിശബ്ദതയുടെ നടുവിലും ചിലരെ പോലെ ഞാൻ പിന്മാറിയില്ലെങ്കിൽ, ദൈവത്തിന്റെ നിശബ്ദതയുടെ നടുവിലും നീ ദൈവത്തെ ചോദ്യം ചെയ്തില്ലെങ്കിൽ, നീ എഴുതി വെച്ചോ, നീ ഇന്ന് റൈറ്റ് ചെയ്ത് വെച്ചോ, നിന്റെ ജീവിതത്തിൽ ഒരു 2-ാം അധ്യായം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയോടും നിന്റെ ദേശത്തോടും നിന്റെ സഭയോടും എൻ്റെ ദൈവം മറുപടി പറയുന്ന ഒരു 2-ാം അധ്യായം ഇന്ന് രാത്രി തുറക്കപ്പെടുകയാ. ദർശനത്തിന് ഞാൻ ഒരവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഞാൻ, ഇത് പ്രവാചകനോട് ദൈവം പറഞ്ഞതാ 2-ാം അധ്യായത്തിൽ, ഞാൻ ഒരവധി വെച്ചിരിക്കുന്നു. ഹബക്കൂക്ക് കരുതി എന്നാന്നറിയോ? ഈ ദൈവം എവിടെ പോയിരിക്കുക? മിണ്ടണില്ലല്ലോ, ആളെ കാണുന്നില്ലല്ലോ. ഇതൊക്കെ എന്റെ ചുറ്റും നടക്കുമ്പോഴും എവിടെ ആളെവിടെ? നീ എന്നാ വിചാരിച്ചേ? ഞാൻ അവധി വെച്ചിരിക്കുക. സാറേ, ആ കൗൺസിലർ ഇന്നുണ്ടോ? എനിക്കൊരു പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. ഇല്ല, പുള്ളി അവധിയില്ല. പുള്ളി അവധിയിലാന്ന് പറഞ്ഞ എന്നാ? അയാൾ ചത്തുപോയെന്നാണോ? ഇപ്പൊ കസേരയിലില്ല, പക്ഷെ ഉടനെ വരും. അവധിയിലാന്ന് പറഞ്ഞ എന്നാ? റിട്ടയർ ആയെന്നാണോ? അവധിയിലാണെന്ന് പറഞ്ഞാൽ എന്നാ? സസ്പെൻഡ് ചെയ്തെന്നാണോ? അവധി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അവധി എടുക്കുന്നവർ ലീവ് എടുക്കുന്നത് ഒരു ഷോർട്ട് ടൈമിലാ. നീ എഴുതി വെച്ചോ, നിന്റെ ഷോർട്ട് ടൈം പീരീഡിൽ നീ ഫേസ് ചെയ്ത സകല ചലഞ്ചുകളെയും, നീ ഫേസ് ചെയ്ത സകല യുദ്ധങ്ങളെയും എന്റെ ദൈവം ദർശനങ്ങളാക്കി. നീ വെയിറ്റ് ചെയ്തോ, അത് വരും നിശ്ചയം, വരും നിശ്ചയം, വരും നിശ്ചയം, താമസിക്കുകയില്ല. യഹോവേ, ആണ്ടുകൾ തീരും മുൻപേ, അതേ ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും എൻ്റെ കുറേ സമയം പോയി പാസ്റ്ററേ, എൻ്റെ കുറേ വർഷങ്ങൾ വെറുതെ പോയി എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, നിനക്ക് നഷ്ടപ്പെട്ട സൻവത്സരത്തോട് എൻ്റെ ദൈവ സൻവത്സരങ്ങളെ ചേർത്ത് തുന്നാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ഇന്ന് രാത്രിയിൽ, നിനക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളെയും മണിക്കൂറുകളെയും സമയങ്ങളെയും അവസ്ഥകളെയും മുഴുവൻ നിന്റെ ജീവിതത്തിൽ മടക്കി തന്ന് എൻ്റെ ദൈവം മാനിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. അപ്പൊ 2-ാം അധ്യായത്തിൽ എന്നാ ഉണ്ടായി? 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മറുപടി ഉണ്ടായി. 1-ാം അധ്യായത്തിൽ എന്നായിരുന്നു സീൻ? 1-ാം അധ്യായത്തിൽ ദൈവം നിശബ്ദനായിരുന്നു. പുള്ളി തന്നെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ എങ്ങനെയെന്ന്. അപ്പൊ ദൈവത്തിന്റെ മറുപടി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഹബക്കൂക്ക് 2-ന്റെ 1-ാം വാക്യം മറന്നുപോകരുത്. I will stand upon my watch. ഞാൻ കൊത്തളത്തിൽ കാവൽ കത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുകയാണ്. അതിനു വേണ്ടി സ്ഥലം വിട്ടു പോവുകയല്ല. ആരെങ്കിലും ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇതിനകത്ത്? ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നടക്കാത്ത എന്നാ, നിന്റെ പിള്ളേരുടെ കല്യാണം നടക്കാത്ത എന്നാ, നിനക്ക് അത്ഭുതം സംഭവിക്കാത്ത എന്നാ, നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകാത്ത എന്നാ, നീ ഗതി പിടിക്കാത്ത എന്നാ എന്ന് നിന്നോട് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ, നീ സൗഖ്യമാകാത്ത എന്നാ, നിനക്ക് മക്കളുണ്ടാകാത്ത എന്നാ, നിന്റെ കല്യാണം നടക്കാത്ത എന്നാ എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ, ഇതും കേട്ടോണ്ട് വല്ലോനും പറയുന്ന കേട്ടോണ്ട് ഈ സംഭവം പുസ്തകം വെച്ച് വിശ്വാസവും അടിയറവ് വെച്ച് പുറകോട്ട് പോകരുത്. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും
തൻ്റെ ശരീരം ക്ഷയിച്ചെന്നറിഞ്ഞിട്ടും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാൻ ശക്തനെന്ന് ഉറച്ചവനെ വിശ്വാസികളുടെ പിതാവാക്കി ചരിത്രത്തെ തിരിച്ചൊരു ദൈവം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് തലമുറകളെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവിന് അതാ പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകനോട് ദൈവം അത് വൈകിയാലും വരും നിശ്ചയം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയുന്നത് ഉറപ്പുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു. ഇത് ഉറപ്പുള്ള കാര്യമാണ്, ഇത് ഉറപ്പുള്ള കാര്യമാണ്. ദൈവത്തിന് വേണ്ടി, അവന്റെ വചനത്തിന് വേണ്ടി കാത്തു നിന്ന, സ്റ്റാൻഡ് ചെയ്ത ഏതെങ്കിലും ഒരു കുടുംബം, ഒരു കൊച്ച്, ഒരു ചെറിയ കുഞ്ഞ്, ഒരു വല്യപ്പച്ചൻ, ഒരു വല്യമ്മച്ചി, ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞവൻ അത് ചെയ്തിരിക്കും. ചെയ്തിരിക്കും. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എങ്ങനെയാ തുടങ്ങുന്നേ? വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. കണ്ടോ, ആള് വർഷിപ്പിലോട്ട് കയറി. 2-ാം വാക്യം നോക്കിയേ. യഹോവേ, നിന്റെ കേൾവി കേട്ട് ഞാനങ്ങ് ഭയപ്പെട്ടു. ഈ പുള്ളിയെ 1-ാം അധ്യായത്തിൽ ചോദിച്ചേ എവിടെയാ സാറേന്ന്. ഈ പുള്ളിയെ 1-ാം അധ്യായത്തിൽ ചോദിച്ചേ നീ എന്നാ മിണ്ടായിരിക്കുന്നേ. ഈ പുള്ളിയെ 1-ാം അധ്യായത്തിൽ ചോദിച്ചേ നീ എന്താ അനങ്ങാതിരിക്കുന്നേ. എന്നാ തമ്പുരാനൊന്ന് മിണ്ടിയപ്പോ പുള്ളി പറയോ, അയ്യോ മതി കേട്ടോ, പേടിച്ചു പോയെന്ന്. ഞാൻ അങ്ങനൊരു വാക്ക് ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ റിലീസ് ചെയ്യാൻ പോവാണ്. നീ ഞെട്ടുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യട്ടെ. നീ അത്ഭുതപ്പെടുത്തത്ത നിലയിൽ, എന്റെ ഭാഷയെ പറഞ്ഞ നീ പേടിച്ചു പോകത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യട്ടെ. നിന്റെ കേൾവി കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണം. ഈ വർഷം തീരുന്നതിന് മുൻപ്, ഈ കൊല്ലം തീരുന്നതിന് മുൻപ്, ഈ വർഷത്തിന്റെ 6-ാം മാസത്തിലേക്ക് കയറുന്നതിന് മുൻപ്, ഈ കൊല്ലം അവസാനിക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ജീവിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി എൻ്റെ കർത്താവിന് നന്ദി പറ. അങ്ങനൊന്നും പറയാൻ പാടില്ലേ? അങ്ങനൊന്നും പറയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്താ ഹബക്കൂക്ക് പറഞ്ഞേ? ഈ കൊല്ലം തീരുന്നതിന് മുമ്പ് നിന്റെ പ്രവൃത്തി കാണണമെന്ന്. വർഷങ്ങൾ കഴിയുന്നതിന് മുൻപ്, ആണ്ടുകൾ കഴിയുന്നതിന് മുൻപ്, ഒത്തിരി ഡിലേ വരാതെ, ഒത്തിരി സമയങ്ങൾ മുന്നോട്ട് പോകാതെ നിന്റെ പ്രവൃത്തിയെ കാണണമെന്ന് എന്താ മനുഷ്യൻ പറഞ്ഞത്? എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇറങ്ങി വന്ന് ചിലരോട് അത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ചില കാര്യങ്ങളെ ഇങ്ങനെ ഡിലേ ആക്കുന്ന, വൈകിപ്പിക്കുന്ന, കാലതാമസങ്ങൾ വരുത്തുന്ന ആ അന്ധകാര ശക്തി ഇന്ന് രാത്രിയിൽ ഇതിനകത്തുനിന്ന് വെട്ടേറ്റ് മാറട്ടെ. സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചു. നിന്റെ ഓട്ടത്തെ തെറ്റിക്കുന്ന ലോത്തുമാരെ, നിന്റെ ഓട്ടത്തെ തെറ്റിക്കുന്ന തേരഹുമാരെ ഇന്ന് രാത്രിയിൽ സ്വർഗം എടുത്തു കളയുകയാണ്. നിന്റെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന സകലത്തെയും ഇന്ന് രാത്രിയിൽ മൂടോടെ സ്വർഗം പിഴുതെറിയുകയാണ്. ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുക. ഇതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴേ ഇതിനി അടുത്ത വാക്കുകൾ നിങ്ങൾ വായിക്കണം. ഇത് വർഷിപ്പാ. 3, 4, 5 വാക്യങ്ങളിലേക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നാൽ പിന്നെ പാട്ടാ. ദൈവം തേമാനിൽ നിന്നും, പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ സ്തുതിയാൽ ഭൂമി നിറയുന്നു. സൂര്യപ്രകാശം പോലൊരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. പിന്നെ പുള്ളി മുഴുവൻ കാണുന്നത് ഗ്ലോറിയ. മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു. ആമീൻ. ജൊറാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു.
അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു, അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു. അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു. ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു. പുരാതന ഗിരികൾ വണങ്ങി വീഴുന്നു. അവൻ പുരാതന പാതകളിൽ നടക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഏറ്റവും താഴത്തെ ഏറ്റവും അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു. അവൻ എന്റെ കാലുകൾ പേടമാൻ കാല് പോലെ ആക്കുന്നു. ഉന്നതങ്ങളിൽ അവൻ എന്നെ. പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നാൽ നീ കീഴോട്ട് പോകുമോ? നല്ല പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടാൽ നീ താഴോട്ട് പോകുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഉന്നതികളിൽ അവൻ എന്നെ നടക്കുമാറാക്കുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ കാലുകളെ പേടമാൻ കാല് പോലെയാക്കി. ആമേൻ. ഒരുത്തന് ഓടിക്കേറാൻ പറ്റാത്തടുത്ത് ഇന്ന് രാത്രി ഓടിക്കേറാനുള്ള ഒരാത്മബലം നിന്റെ കാലുകളിൽ ദൈവം പകരുകയാണ്. It is prophetic. കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട്, ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാം, എന്റെ കാലുകളെ അവൻ വേറെ ഒരു ആനയുടെ കാല് പോലെ ആക്കും. ഏറ്റവും വലിയ കാല് ആനയ്ക്ക, ഏറ്റവും വലിയ കാല് ആനയ്ക്ക. എന്റെ കാലുകളെ എന്നാ പിന്നെ നമ്മൾ പറയത്തില്ലേ, ഒരു പഞ്ചിനിരിക്കട്ടെ, ഒരു സന്തോഷത്തിനിരിക്കട്ടെ, എന്റെ കാലുകളെ ആനക്കാല് പോലെ. അങ്ങനെയല്ല പറഞ്ഞു, എന്റെ കാലുകളെ പേടമാന്റെ കാല് പോലെ ആക്കുന്നു എന്ന് പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ നീ നടക്കില്ല, തെറിച്ച് കയറി പോവുക. നടപ്പൊന്നുമല്ലത്. ഞാൻ പേടമാൻ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടക്കുന്നത് കണ്ടിട്ടില്ല. ഇന്ന് രാത്രിയിൽ ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, ആർക്കും കേറി പോകാൻ പറ്റാത്ത പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തുവാൻ, ആർക്കും കേറി പോകാൻ കഴിയാത്ത ഉന്നതഗിരികളെ കീഴ്പ്പെടുത്തുവാൻ, നീ പോയിട്ടില്ലാത്ത രാജ്യങ്ങൾ, നീ കാലുകുത്തിയിട്ടില്ലാത്ത പട്ടണങ്ങൾ, നീ ചെന്നിട്ടില്ലാത്ത ദേശങ്ങൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആത്മതലത്തിൽ സ്വർഗം തുറക്കട്ടെ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആത്മതലത്തിൽ ദൈവം തുറക്കട്ടെ. ദൈവത്തിന്റെ നിശബ്ദതയെ പേടിക്കണോ? പേടിക്കണ്ടേ? ഉള്ളി പേടിച്ചു പോയില്ലേ 3-ാം അധ്യായത്തിൽ? ദൈവത്തിന്റെ നിശബ്ദത ഒരു ഷോർട്ട് ടൈം ആണോ? ഉറപ്പാ, ഉറപ്പാ. യോന തിമിംഗലത്തിന്റെ ഉദരത്തിൽ, കടൽ മത്സ്യത്തിന്റെ, കടലാനയുടെ ഉദരത്തിൽ 3 ദിവസം ഇരിക്കുമ്പോഴേ നോർത്തെ എന്തേലും പുള്ളിക്ക് കേൾക്കാനുണ്ടോ, കാണാനുണ്ടോ? നിശബ്ദതയല്ലേ? പക്ഷേ ഈ കടൽ മത്സ്യം കൃത്യമായി ഈ പുള്ളിയെ കൊണ്ടുവന്ന് ഈ ദുബായിക്ക് പോകേണ്ട ഫ്ലൈറ്റ് ദുബായി ലാൻഡ് ചെയ്യുന്നത് പോലെ, ഈ കടൽ മത്സ്യം എമിറേറ്റ്സ് ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്നത് പോലെ അവിടെ തർശീശി വന്ന് ലാൻഡ് ചെയ്യുക. എന്നിട്ട് യോനയോട് മാത്രം പറയുക, പാസഞ്ചർ പ്ലീസ്, ദിസ് ഈസ് യുവർ ഡെസ്റ്റിനേഷൻ. താങ്ക് യു സാർ. നിങ്ങൾക്ക് ഇറങ്ങാം. ഓക്സിജൻ ഇല്ലാതെ, ഭക്ഷണം ഇല്ലാതെ, ശ്വാസം പിടിക്കാൻ കഴിയാതെ 3 ദിവസം കടൽ മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് ദൈവീക പദ്ധതിയിൽ നിൽക്കുന്ന ഒരുത്തനെ തമ്പുരാന് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എങ്ങനെ അത് പ്രസംഗിക്കണ്ടേ? എങ്ങനെ അത് വർണ്ണിക്കണ്ടേ? ദൈവത്തിന് നാളുകളിൽ ഉപയോഗിക്കാനുള്ളവനെ ദൈവത്തിന് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഓക്സിജൻ സപ്ലൈ പോലും വേണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു പൈശാചിക പദ്ധതികൾക്കും നിന്നെ തകർക്കുവാൻ കഴിയുകയില്ലെന്നുള്ള ദൈവാലോചന ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല തമ്പുരാന്റെ ഇടപെടിയിൽ. ദൈവിക ഇടപെടിയിൽ ഭയങ്കര ഡിഫറൻ്റാണ്. ഈ യോനായെ ലക്ഷ്യസ്ഥാനത്ത് നിനവയിലെത്തിക്കാൻ, ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ എൻ്റെ ദൈവം ഒരു വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാ പറ? ആനയാണോ തിമിംഗലാണോ? പഠിച്ചവരൊക്കെ പറഞ്ഞോ സ്കൂളിൽ? കണ്ടോ, കൊച്ചു കുഞ്ഞ് പറഞ്ഞോ, ആ കൊച്ചു പറഞ്ഞു തിമിംഗലം. ഏറ്റവും വലിയ ജീവിയായ തിമിംഗലത്തോട്
ദൈവം ഇടപെട്ടു ഇവനെ ഇന്ന സ്ഥലത്ത് എത്തിക്കണമെന്ന്. ഈ പുള്ളി എന്നിട്ടും അങ്ങനെ ഉണ്ടല്ലോ, എത്ര കൊണ്ടിട്ടും ആരും മിണ്ടുന്നില്ലല്ലോ. എന്നെല്ലാം പറഞ്ഞിട്ടും എത്രയെല്ലാം ഉപദേശിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലാത്തവരുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, കൈ വെക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി, വേണമെങ്കിൽ പേര് വിളിക്കാം. ആരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഈ പുള്ളി അവിടുന്ന് എഴുന്നേറ്റ് ഒരാവണക്കിന്റെ ചുവട്ടി വന്നിരിക്കുകയാണ്. അപ്പൊ കുറച്ചു ദിവസം ഈ ഈ മീനിന്റെ വയറ്റിനകത്തെന്ന് പറയുമ്പോൾ ഡ്രൈ അല്ലല്ലോ, ഉണങ്ങി കിടക്കുന്നിടത്തല്ലല്ലോ പുള്ളി ഇരുന്നത്. ഇങ്ങനെ പുള്ളി ആകെ, എന്റെ ഭാഷ പറഞ്ഞ ആകെ കുഴഞ്ഞ കേസാ. വെളി വന്നിരിക്കുക, കുറച്ച് കാറ്റൊക്കെ കിട്ടിയപ്പോഴത്തേന് ഒരു ആശ്വാസം. സ്തോത്രം. തിമിംഗലത്തിന്റെ വയറ്റിൽ കിടക്കാഞ്ഞിട്ട് ഉറങ്ങുന്നില്ലേ? നോക്കി, ഇത്രയും വലിയ പ്രസംഗം നടന്നിട്ട് ഉറങ്ങുന്നവരുണ്ട് ഇവിടെ. അവർ തിമിംഗലത്തിന്റെ വയറ്റിലൊന്നും കിടന്നിട്ടല്ല. സ്തോത്രം. രാത്രി മൊത്തവും ഇതും ഫോണും പിടിച്ചോണ്ടിരുന്നിട്ട് യോഗത്തിൽ വന്നിരുന്ന് ഉറങ്ങുക. കാരണം യോഗത്തിൽ ഇരിക്കുമ്പോൾ എന്ത് നോക്കാൻ പറ്റുകയില്ല? ഫോൺ നോക്കാൻ പറ്റുകയില്ല. സ്തോത്രം. ഈ ആവണക്കിന്റെ ചുവട്ടിൽ യോന വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പം ദൈവം തന്നെ ചിന്തിക്കുകയാണ്, ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ആ ആവണക്കിനകത്ത് തമ്പുരാൻ നോക്കിയപ്പോ ഒരു പുഴു. ദൈവം പുഴുവിനോട് പറയുകയാണ്, യോനായുടെ പുസ്തകം 4:7, ദൈവം നേരം പുലർന്നപ്പോൾ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. എങ്ങാണ്ടൂടെ പോയ പുഴുവാ. പുഴുവിനോട് പറഞ്ഞു, റൂട്ട് മാറി ആ മരത്തേലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. അപ്പം കൈ കൊടുത്ത് പറഞ്ഞ്, തന്നെ വന്ന പുഴുവല്ല, കൊണ്ടുവന്ന പുഴുവാണ്. പറഞ്ഞേ, തന്നെ വന്ന പുഴുവല്ല, ദൈവം കൊണ്ടുവന്ന പുഴുവാണ്. ഹല്ലേലൂയ. ഈ പുഴുവിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വർത്താനം പറഞ്ഞോ? പുഴുവിനോട് കൽപ്പിക്കണമെങ്കിൽ ഈ പ്രകൃതിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, ഈ പിശാച് എന്ന് പറയുന്ന കള്ളനില്ലേ, പിശാച് എന്ന് പറയുന്നവൻ, സാത്താൻ, ഭോഷ്ക് പറയുന്നവൻ, ലൂസിഫർ, വീണുപോയവൻ, ഈ പ്രപഞ്ചത്തിൽ അവനെ അനുസരിക്കുന്ന യാതൊരു സാധനവും ഇല്ല. മനസ്സിലായില്ലല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന നായ നിങ്ങൾ പറയുന്നതാണോ കേൾക്കുന്നേ? അപ്പുറത്തെ ആ ചേട്ടൻ പറയുന്നതാണോ കേൾക്കുന്നേ? നിങ്ങൾ പറയുന്നതല്ലേ കേൾക്കുന്നേ? കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് നസറായൻ പറഞ്ഞപ്പോ എന്താ കാറ്റടങ്ങി കടൽ ശാന്തമാക്കി? യജമാനൻ പറയുന്നത് കേൾക്കണ്ടേ? ഒരു അത്തിവൃക്ഷത്തേലോട്ട് നോക്കി, വിശന്ന് വന്നയായിരുന്നു, നിന്നിൽ എന്തേലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. സങ്കടം കൊണ്ട് പറയാ, നിന്നിൽ ഇനി അത്തി ഉണ്ടാകാതെ പോട്ടെ. സത്യം പറയാം, അത്തി തന്നെ ഉണങ്ങിപ്പോയതല്ല. പ്രപഞ്ച സൃഷ്ടാവിന്റെ വാക്കിന്റെ മുമ്പിൽ എന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചവൻ എനിക്ക് ഒരു നന്മയും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് അവൻ നിന്നുരുകിപ്പോയതാ. പോയി പിറ്റേ ദിവസം വരുമ്പോ അതിനകത്ത് ഒരു സാധനമില്ല. അത്തി മുതൽ കടല് മുതൽ ആഴക്കടലിന്റെ അടിത്തട്ടിലൂടെ ഓടിപ്പോയ മീന്റെ വായ്ക്കകത്ത് ടാക്സ് കൊടുക്കാനുള്ള പൈസ സെറ്റ് ചെയ്തിട്ട്, നിങ്ങൾക്കറിയാമോ ഗലീല കടലിൽ ചില്ലറയും ചില്ലുവാന മീനല്ലുള്ളത്. ഇത്രയും മത്സ്യങ്ങൾ ഓടിക്കളിക്കുന്ന ഗലീല കടലിന്റെ അടിത്തട്ടിലൂടിപ്പോയ ഒരു മീന്റെ വായ്ക്കകത്ത് ശത്രുധർമ്മ നാണയം പത്രോസിന് ടാക്സ് അടയ്ക്കാനുള്ള പൈസ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ ചൂണ്ട വലിച്ചെറിയുമ്പോൾ, ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ ആണെന്നേ. ഈ മീൻ ഏതെല്ലാം ചൂണ്ടയിൽ പോയി ഉടക്കാം. ഒരു മീൻ ഒരാളുടെ വലയിലാണോ കയറുന്നത്? ഏതെല്ലാം വലയിൽ കയറാം. ആരൊക്കെ ചൂണ്ടയിടുന്നു, ആരൊക്കെ വലയിടുന്നു, ആരെല്ലാം മീൻ പിടിക്കാൻ ആ കടലിലൂടെ നടക്കുന്നു. പക്ഷേ നിനക്ക് വേണ്ടി സെറ്റ് ചെയ്തതിനെ നിന്റെ ചൂണ്ടക്കകത്ത് കൊണ്ടു കയറ്റുന്ന ഒരു കർത്താവ് ഇന്ന് ജീവിക്കും.
ജീവിക്കുന്നുണ്ട്. മീന്റെ വായിക്കാത്തൊരു സാധനം ഇരിക്കുകയാണെങ്കിൽ മീൻ ഒരിക്കലും അടുത്ത തീറ്റ കൊത്തുകയില്ല. മീന്റെ വായിക്കകത്ത് ഈ നാണയം ഇരിക്കുക, ചൂണ്ട കൊത്താൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ഉടയതമ്പുരാന്റെ വാക്ക്, പ്രപഞ്ച സൃഷ്ടാവിന്റെ വാക്ക് മീന്റെ മേളിൽ കിടക്കുകയാണ്. കൊത്തിക്കോണം അവന്റെ ചൂണ്ടയിൽ, പിന്നെ കൊത്താതിരിക്കാൻ പറ്റില്ല. പുഴുവിനെ കൽപ്പിച്ചാക്കി ആവണക്ക് മുഴുവൻ കുത്തി ഉണങ്ങിക്കോണം. പുഴുവിന് കെൽപ്പില്ലെങ്കിലും ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ, കാരണം സൃഷ്ടാവിന്റെ വാക്കാണ്. ബിലെയാം എന്ന പേരുള്ള മനുഷ്യൻ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ദൈവം തമ്പുരാൻ ഇവനോട് ഇടപെടണം. ഇസ്രായേൽ ജനം ഒരിക്കലും ശപിക്കപ്പെടരുത്. ദൈവം എന്നാ ചെയ്തെന്നറിയോ? ബിലെയാമിനോട് സംസാരിക്കാൻ മറ്റൊരു പ്രവാചകനോ മറ്റൊരു വ്യക്തിത്വമോ അവിടെ ഇല്ലായകയാൽ ദൈവം തമ്പുരാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു കഴുതയും കൊണ്ട് ഹീബ്രു പറയിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന കഴുത മലയാളം പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവോ? യഹൂദയ നാട്ടിലുള്ള ഇസ്രായേലിലുള്ള ഈ മനുഷ്യന്, ബിലെയാം എന്ന് പറയുന്ന മനുഷ്യന് ഹീബ്രു പറഞ്ഞാലേ മനസ്സിലാകൂ. കഴുത ഹീബ്രുവിൽ പറഞ്ഞു പറയാനുള്ളത് മുഴുവൻ. അപ്പൊ കഴുതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ദൈവം? തന്റെ ജനത്തിനു വേണ്ടി ദൈവം കഴുതയോട് ഇടപെട്ടോ? മറുപടി പറഞ്ഞ കഴുതയോട് ഇടപെട്ടോ? തന്റെ ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി യോനായെ നിനവയിൽ എത്തിക്കാൻ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലത്തോട് ഇടപെട്ടോ? ഏറ്റവും ചെറിയ ജീവിയായ പുഴുവിനോട് ഇടപെട്ടോ? ഏലിയാവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കാക്കയോട് ദൈവം ഇടപെട്ടോ? എന്റെ ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം അവന്റെ പക്കലുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്ന് നിനക്ക് വിശ്വസിക്കാമോ? നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്ന് നിനക്ക് വിശ്വസിക്കാമോ? നിനക്ക് വേണ്ടി ചില വ്യക്തികളോട് ഇന്ന് രാത്രിയിൽ ദൈവം ഇടപെടുമെന്ന് നിനക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ. അധികാരികളുടെ ഹൃദയങ്ങളോട്, വ്യക്തികളോട് എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി സംസാരിക്കാൻ വിശ്വസ്തനാ. കുറിവാക്യം വായിച്ചത് പ്രസംഗിക്കണ്ടായോ? അല്ല, ഇവര് പറയില്ലേ ഞാൻ മെസ്സേജ് പറഞ്ഞില്ലെന്ന്? എത്ര പേർക്ക് ബോധ്യമാകുന്നു സംഭവവും സംവിധാനവും ഒന്നും നമ്മുടെ കയ്യിലല്ല ഇപ്പോ? ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദിയ മലനാട്ടിൽ, ഇസ്രായേലിൽ, ജെറുസലേമിൽ, പാലസ്തീനായിൽ ഇതൊരു നിശബ്ദ ശനിയാഴ്ചയായിരുന്നു. മഗ്ദലക്കാരത്തി മറിയവും പത്രോസും യാക്കോബും യോഹന്നാനും കനായിലെ നഥനയിലും തോമസും എല്ലാ ശിഷ്യന്മാരും ഒളിവിലിരിക്കുന്ന, പുറത്തിറങ്ങാതിരിക്കുന്ന, ശാന്തമായിരിക്കുന്ന, ആരവാരങ്ങളും പരിവേഷങ്ങളും സന്നാഹങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു നിശബ്ദ ശനിയാഴ്ച. പലരുടെയും മനസ്സിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞെന്ന്. ക്രൂശിൽ അവൻ പറഞ്ഞത് ചിലർ കേൾക്കുകയും ചെയ്തു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന്. പക്ഷേ ഹബക്കൂക്കിനോട് ചോദിക്ക്, ഹബക്കൂക്കെ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേക സമയത്ത് നിശബ്ദനായിരുന്നെങ്കിലും ആ നിശബ്ദതയുടെ കാലഘട്ടം കൊണ്ട് നിന്റെ ജീവിതം തീർന്നോ? തീർന്നില്ല. നിന്റെ കാലിനെ പേടമാൻ കാല് പോലെയാക്കി നിന്നെ ഉന്നതഗിരികളിൽ എത്തിക്കുവാൻ അവൻ നിനക്ക് വേണ്ടി വായു തുറന്നു. താങ്ക് യു ജീസസ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട 25 വർഷത്തെ നിശബ്ദത. ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട 17 വർഷത്തെ നിശബ്ദത.
നോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവിക നിശബ്ദത. സക്കറിയാവിൻ്റെയും എൽസബത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീണ്ട നാളത്തെ നിശബ്ദത. മനോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവികമായ നിശബ്ദത. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിരുന്നു നീണ്ട 13 വർഷങ്ങൾ ദൈവികമായ നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയുടെ കാലഘട്ടങ്ങളിലും കിന്നരമെടുത്തു വെച്ച് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, യഹോവ എൻ്റെ ജീവന്റെ ബലം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും എന്നൊക്കെ പാടിയ പ്രാർത്ഥിച്ച വേദപുസ്തക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ദൈവത്തെ കാത്തിരുന്ന ഒരു വ്യക്തികളും ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്ത് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, നീ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കാത്തിരുന്നാൽ നീ ലജ്ജിച്ചു പോകും. പക്ഷെ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ആത്മാവ് വീണ്ടും പ്രവചിക്കുകയാണ്, നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, നീ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ നിന്റെ ഉയർച്ചയുടെ ശബ്ദത്തെ, നിന്റെ വിടുതലിന്റെ ശബ്ദത്തെ ആത്മതലത്തിൽ കാണാൻ കഴിയുന്നുണ്ട്? പക്ഷെ സ്റ്റാൻഡ് ചെയ്യണം, സ്റ്റാൻഡ് ചെയ്യണം. എന്ത് വില കൊടുത്തും സ്റ്റാൻഡ് ചെയ്യണം. കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം. ചങ്കും നെറ്റിയും കൊടുത്ത് സ്റ്റാൻഡ് ചെയ്യണം. തന്നെ കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അവരെ ചേർക്കുവാൻ മേഘാരൂഢനായി വേഗം വരുമെന്ന് പറഞ്ഞവൻ താമസം വിന മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്തുണ്ട്? ഞാൻ എടുത്ത വാക്യത്തോട് നീതി പുലർത്താൻ ഒരു 15 മിനിറ്റ് എനിക്ക് തരാൻ തയ്യാറുള്ളവരെന്ന് കൈ ഉയർത്തി കാണിക്കാവോ? താങ്ക് യു ലോർഡ് ജീസസ്. യേശു കർത്താവിന്റെ മടങ്ങി വരവിന് മുൻപായി പ്രത്യേകാൽ യേശു തന്നെ പറഞ്ഞ ഒരു കാര്യം, 2 കാലഘട്ടങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു കാണിച്ചിട്ട് ആ കാലഘട്ടം പോലൊരു കാലഘട്ടം നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുമ്പോ നിങ്ങൾ ഉറപ്പിച്ചോണം, ആ കാലത്തിൽ മനുഷ്യപുത്രൻ മടങ്ങി വരും. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു. പ്രവചനത്തിൽ വിശ്വസിക്കുന്നവരെന്ന് കൈ ഉയർത്തി. ഞാൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നു. ബൈബിൾ നമ്മളോട് പറയുന്നൊരു സത്യമുണ്ട്, എൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർ കൃതാർത്ഥരാകും. ആ കൃതാർത്ഥരാകുമെന്നൊക്കെ പറഞ്ഞ് അത് ആ മലയാളം പദമൊക്കെ ഇച്ചിരി കടിച്ച പൊട്ടാത്തവയൊക്കെയാണ്. എൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർ പ്രോസ്പറാകും, അഭിവൃദ്ധി പ്രാപിക്കും. കൃതാർത്ഥരാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ, അവർ അനുഗ്രഹിക്കപ്പെടും. യേശു കർത്താവ് ജനിക്കുന്നതിന് മുൻപ് യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു. 100 കണക്കിന് റഫറൻസാ, വായിക്കാൻ നേരെയില്ല, സമയം പോയി. പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അപ്പോ യേശു കർത്താവിന്റെ ജനനത്തിന് 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ ദൈവപുത്രന്റെ മശിഹായുടെ പ്രവചനത്തെ കുറിച്ച്, ജനനത്തെ കുറിച്ച് അവർ പ്രവചിച്ചിരുന്നു. മീഖ എന്ന പ്രവാചകനാണ് യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവചിച്ചത്. നീയോ ബെത്ലഹേം എഫ്രാത്തേ എന്ന് തുടങ്ങുന്ന ദൈവശബ്ദം ബെത്ലഹേമിൽ ദൈവപുത്രൻ ജനിക്കുമെന്നുള്ള പ്രവചനത്തിന്റെ ശബ്ദമാണ്. അപ്പോൾ പറഞ്ഞ സ്ഥലത്ത്, പ്രവാചകന്മാർ പ്രവചിച്ച സ്ഥലത്ത് അവൻ ജനിച്ചു. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് അവന്റെ ജന്മദേശത്തിൽ അവന് വളരുവാൻ കഴിയാത്തില്ല. അവൻ അമ്മയപ്പന്മാരോടൊപ്പം
മറ്റൊരു ദേശത്തേക്ക് പരദേശിയായി പോകേണ്ടി വരും എന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണം ഉണ്ടാകാൻ അമ്മയപ്പന്മാർ ഈ കുഞ്ഞുമായി കുറെ നാളത്തേക്ക് ഈജിപ്തിൽ ഒളിച്ചു പാർത്തു. അവിടെ നിന്നും യേശു കർത്താവ് മടങ്ങി വന്നു. യേശു ക്രിസ്തുവിന് 12 വയസ്സ് പ്രായമുള്ളപ്പോ അമ്മയപ്പന്മാരുടെ കൂടെ പള്ളിപ്പെരുന്നാളിന് പള്ളിയിൽ യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് നസറായൻ അമ്മയപ്പന്മാരുടെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മയപ്പന്മാരുടെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് പോകുന്ന ആൾത്തിരക്കുകളുടെയും ആരവാരങ്ങളുടെയും ഒക്കെ ഇടയിൽ മറിയത്തിന്റെയും ജോസഫിന്റെയും കൂട്ടുകാരെയും ബന്ധുക്കാരെയും ഒക്കെ ഇവര് കണ്ടപ്പോ എന്നാ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഈ കുഞ്ഞിൽ നിന്ന് നസ്രായനിൽ നിന്ന് അപ്പന്റെ അമ്മയുടെ ശ്രദ്ധ പോയതിനാൽ കുട്ടിയെ മിസ്സായി. ഇരിക്കുന്ന കണ്ട അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞിനെ മിസ്സായി. ആരെ മിസ്സായി? യേശുവിനെ. ഒരു ദിവസത്തേക്കുള്ള വഴി ദൂരത്തിൽ യേശുവിനെ അവർക്ക് മിസ്സായി. എവിടാ മിസ്സായി എന്ന് പറയാം? തിരക്കിന്റെ ഇടയിൽ. തിരക്കിന്റെ ഇടയിലാണ് നിനക്കും എനിക്ക് യേശുവിനെ മിസ്സാകുന്നത്. ഒത്തിരി തിരക്ക് കൂടുമ്പോ, ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ നിന്റെ ശ്രദ്ധ അവനിൽ നിന്ന് മറ്റു ചിലതിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നിനക്കവനെ മിസ് ചെയ്യാറുണ്ടല്ലേ? നിങ്ങൾക്കറിയുമോ, യേശുവിനും മറിയത്തെയും യോസഫിനെയും മിസ് ചെയ്യുന്നുണ്ട്. നിന്നെയും കർത്താവിന് മിസ് ചെയ്യുന്നുണ്ട്. നീ എവിടാന്നാ കർത്താവ് നോക്കിയിരിക്കുന്നത്? ഇതുവരെ കാണുന്നില്ലല്ലോ എന്നാ പറയുന്നത്. പക്ഷേ ഒരു ദിവസത്തെ വഴിദൂരത്തിൽ കാണാതെ പോയ യേശുവിനെ തിരിച്ചു കണ്ടുപിടിക്കാൻ 3 ദിവസം നടക്കേണ്ടി വന്നു. എല്ലാം മനസ്സിലായോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരെന്ന് കൈവക്കിയേ. ഒരു 4-5 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയതേ ഇല്ലെന്നുള്ളവർ സത്യസന്ധമായിട്ടൊന്ന് കൈവക്കിയേ. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർ ഒരു 5-6 ദിവസം എൻ്റെ പൊന്നു ബ്രദറെ ഒരു വാക്കുപോലും പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ എനിക്ക് പറ്റിയില്ലെന്നുള്ളവർ കൈവക്കിയേ. അടുപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാതിരുന്നു നോക്ക്, നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ഒരു 5-6 ദിവസം ബൈബിൾ വായിക്കാതിരുന്നു നോക്ക്. ഇനി എല്ലാം പോട്ടെ, ഒരു 1-2 ആഴ്ച സഭായോഗത്തിനോ ആരാധനകളിലോ ഒന്ന് പങ്കെടുക്കാതിരുന്നു നോക്ക്. ഈ വചനം എന്ന് പറയുന്നത് ജീവനാണ്. ആരാധന എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഊർജമാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ ശക്തനാകുക.